നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. പറയിലും അവൻ അവളെയും കൊണ്ട് കട്ടിലേക്ക് മറിഞ്ഞു. അവളെ മലർത്തി കിടത്തി ഇരുവശങ്ങളിലും മുട്ടുകാൽ കുത്തിന്നുകൊണ്ട് ഷർട്ടിന്റെ ബട്ടനുകൾ ഓരോന്നായി അവൻ അഴിച്ചു മാറ്റുമ്പോൾ അവൾ നാണത്തോടെ അവനെ നോക്കി കിടന്നു. അപ്പോഴത്രയും അവന്റെ നോട്ടം നഗ്നമായ അവളുടെ വെളുത്ത് ചുമന്ന അണിവയറിലേക്ക് എത്തി നിന്നു. ഷർട്ട് അഴിച്ചു മാറ്റി ജാക്കറ്റിന്റെ അടുത്തായി തൂക്കിയിട്ട ശേഷം കയ്യിൽ കെട്ടിയിരുന്ന വാച്ച് അഴിക്കുമ്പോൾ അവൾ നോക്കി കണ്ണിറുക്കി കാട്ടിച്ചാൻ. അവൾക്ക് ഇരുവശവും കൈകൾ കുത്തി ഉയർന്നിൽക്കുമ്പോൾ അവന്റെ മാലയിൽ തൂങ്ങിയാടുന്ന ഏലസിൽ നോക്കിക്കിടന്നു അവൾ. ഇനി തടയാൻ വരരുതെന്നില്ല, ചിലപ്പോ ഞാൻ അനുസരിച്ചെന്ന് വരില്ല. അവന്റെ ആ കണ്ണുകളിലേക്ക് മാറി മാറി നോക്കിയ ശേഷം അവന്റെ മാലിൽ കടിച്ചു പിടിച്ചു വലിച്ചുകൊണ്ട് അവനെ തന്നിലേക്ക് അടുപ്പിച്ചു അവൾ. അവൻ നെഞ്ചിലേക്ക് അമർന്ന നിമിഷം തന്നെ അവന്റെ കഴുത്തിലെ ടാറ്റൂവിൽ അവൾ പല്ലുകൾ അഴുത്തി നുണഞ്ഞു. അവന്റെ ദേഹം ഒന്നാകെ വെട്ടി വിറച്ചുപോയി. കണ്ണുകൾ ചുമന്ന് കലങ്ങി. നില. കാതിൽ രഹസ്യം പോലെ മന്ത്രിച്ചുകൊണ്ട് അവൻ ഒരിക്കൽ കൂടി അവളെ നുകർന്നു തുടങ്ങി. അവൾ അവന് വിധേയപ്പെട്ട് കിടന്നു. മുഖത്തും കഴുത്തിലുമായി ഇഴയുന്ന അവന്റെ അത്തരങ്ങളുടെ അനുഭൂതിക്കൊപ്പം നെഞ്ചിലറിയുന്ന അവന്റെ കൈക്കരുത്തിൽ അവൾ തളർന്നു. ഉടുപ്പിന്റെ ഹുക്കുകളൊന്നായി അഴിയുന്നതും ചെപ്പ് തുറക്കും പോലെ ഇരുവശങ്ങളിലേക്കും അവ തെന്നി മാറുന്നതും കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവൾ അറിയുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവന്റെ അനക്കമൊന്നും അറിയാതെ വന്നതും പതിയെ അവൾ കണ്ണ് തുറന്ന് നോക്കിയ നിമിഷം മിന്നൽ പിണറിന്റെ വെള്ളി വെളിച്ചത്തിൽ അവൾ കണ്ടു തന്റെ നഗ്നതയിലേക്ക് ഉറ്റുനോക്കി തന്റെ മുകളിലായി കിടക്കുന്നവനെ. ഉണ്ണിയേട്ടാ. അവന്റെ കാഴ്ച മറക്കാനെന്ന വണ്ണം ഒരു പിടപ്പോടെ ചിണുങ്ങിക്കൊണ്ട് അവൾ അവന് വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടതും ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ പ്രവൃത്തിയിൽ അവളുടെ നഗ്നമായ മാറിന്റെ തിണർപ്പുകൾ അവന്റെ നഗ്നമായ ഉറച്ച നെഞ്ചിൽ അമർന്ന നിമിഷം കണ്ണുകൾ മുറുക്കെ അടച്ചൊന്ന് ഏങ്ങിപ്പോയി ഞാൻ. അവന്റെ ആ ശബ്ദത്തിന്റെ മാസ്മരികതയിൽ അവളും ഒന്ന് വിറച്ചു. ഒരിക്കൽ കൂടി ഉയർന്നു വന്ന് അവൻ അവളെ നോക്കിക്കൊണ്ട് അവിടേക്ക് സ്പർശിച്ചതും അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവന്റെ കൈ പിടിച്ച് തടഞ്ഞു അവൾ. വശ്യമായ ചിരിയോടെ അവന്റെ കണ്ണുകൾ കഴുത്തും കിടന്ന് താഴേക്ക് പായുന്നതറിയേ മാറിലേക്ക് കൈകൾ പിണച്ചു മറച്ചു പിടിക്കുന്ന പെണ്ണിനെ കാണേ അവർ അവിടെ നെറ്റിയിൽ അമർത്തി മുത്തി. വറച്ചു പിടിക്കില്ലേ നില. I wanna see that. അവളുടെ ഇരു കൈകളെയും തന്റെ കൈകളാൽ കോർത്തെടുത്ത് അവളുടെ തലയ്ക്ക് ഇരുവശങ്ങളിലും അവൻ ലോക്ക് ചെയ്ത് പിടിച്ച നിമിഷം തന്നെ വലത്തേ മാറിൽ അവന്റെ നാവിന്റെ ആദ്യ സ്പർശനം അറിഞ്ഞിരുന്നവൾ. അവളിൽ ഉയർന്നു കേട്ട ശബ്ദം അവനിൽ ആവേശം കൂട്ടി. അവന്റെ സർവ്വ നാഡീ ഞരമ്പുകളും വലിഞ്ഞു മുറുകെ ഉയർന്നു. കണ്ണിലെ ചുവപ്പ് രാശി ജാൻ എന്ന പുരുഷന്റെ വശ്യത എടുത്തു കാട്ടി. തന്റെ ശരീരത്തിൽ അമർന്നു നിൽക്കുന്നവന്റെ കരുത്തിൽ അവളുടെ പിടച്ചിൽ പോലും നിഷ്ഫലമായി പോയി. പക്ഷേ തന്റെ ശരീരത്തിനിടയിൽ അമർന്നു കിടക്കുന്ന പെണ്ണുടലിന്റെ പിടച്ചിൽ അവൻ അറിയുന്നുണ്ടായിരുന്നു. ആകാശത്ത് മിന്നുന്ന വെള്ളി വെളിച്ചത്തിൽ അവൾ കണ്ടു തന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ആർത്തിയോടെ തന്റെ മാറിടങ്ങളെ മാറി മാറി കടിച്ച് നുണയുന്നവനെ. അവന്റെ ചുണ്ടുകൾക്കിടയിൽ കിടന്ന അവളുടെ നെഞ്ചിലെ ഇടത്തെ തുടിപ്പ് ഞെരിഞ്ഞുടയുമ്പോൾ അവളിൽ നിന്നും ചെറിയ കുറുകലുകൾ ഉയർന്നു തുടങ്ങിയിരുന്നു. അവളുടെ വലത്തെ മാറിന്റെ മൃദുലത കൈക്കുള്ളിൽ ഞെരിഞ്ഞുടയുമ്പോൾ അവനിൽ അവളോടുള്ള പ്രണയം അടക്കാനാവാത്ത കാമത്തിലേക്ക് വഴിമാറി. മിനിറ്റുകൾ കടന്നു പോകുമ്പോഴും സുഖമുള്ള അനുഭൂതിയിലും വേദനയിലും അവൾ ഒരുപോലെ പിടഞ്ഞു. പലകുറി അവന്റെ മുഖം പിടിച്ചുയർത്താൻ അവൾ ശ്രമിച്ചു. കൈവിരൽ കൊണ്ട് തടയാൻ ശ്രമിക്കുമ്പോഴത്രയും അവളുടെ നനുത്ത വിരലുകളെയും ചേർത്തവൻ നുണഞ്ഞു വിട്ടു. തടയില്ലേ നില. എനിക്ക് മുന്നേ നിന്നെ തൊടുന്ന നിന്റെ വിരലുകളോട് പോലും എനിക്ക് അസൂയ പെണ്ണേ. ഇത്രയും നാളും കാത്തിരുന്നല്ലേ, ഇനി വയ്യ. ഞാൻ രുചിച്ചു നോക്കാത്തതൊന്നും നിന്നിലുണ്ടാവില്ല. ആളവന്റെ വായ പൊത്തി. ഇങ്ങനെയൊന്നും പറയില്ലേ, ഞാനിപ്പോ മരിച്ചു പോവും. അവനൊന്ന് ചിരിച്ചു. Then get ready to die. നില, എന്റെ നാവിനെ ഒന്നിൽ നിന്നും തടയാൻ നിനക്ക് കഴിയില്ല. മാറിൽ നിന്നും താഴേക്ക് അരിച്ചിറങ്ങുന്ന അവന്റെ അധരങ്ങൾ വയറിലാകെ പരക്കം പായുമ്പോൾ അവന്റെ പല്ലുകൾ കൂടി അവിടെ ചെറുനോവ് സമ്മാനിക്കുന്നുണ്ടായിരുന്നു. നീലാംബരി തന്റെ കൈകൾ തലയിണയിൽ ശക്തിയിൽ അമർത്തി മുറുക്കി. അരക്കേട്ടുയർത്തി പൊള്ളിപ്പിടഞ്ഞു.
കാൽപാദങ്ങൾ തമ്മിൽ കൂട്ടിയുരുമി അവൾ പുളഞ്ഞു. നാഭിച്ചുഴിയിലേക്ക് അവന്റെ നാവ് തുളഞ്ഞു കയറിയ നിമിഷം അവൾ വായ പൊത്തി പിടിച്ചുപോയി. അവന്റെ പേര് ചൊല്ലി അവൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം മുറിക്ക് പുറത്ത് കേൾക്കുമോ എന്ന് അവൾ ഭയന്നു. വയറന്നാകെ ഉള്ളിലേക്ക് വലിച്ച് ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് വായ പൊത്തി പിടിച്ച് അവളുടെ മാറിടങ്ങൾ പോലും വിറകൊണ്ടു. നില, റിലാക്സ്. പറ്റുന്നില്ലേ? എന്താണ് അങ്ങനെ ഷീവർ ചെയ്യുന്നത്? വായ പൊത്തി പിടിച്ച് അവളുടെ കൈകളെടുത്ത് മാറ്റി കിതച്ചുകൊണ്ട് അവൻ ചോദിച്ചു, എന്തിനാ വായ പൊത്തി? ഉണ്ണിയേട്ടാ? പറഞ്ഞില്ല. എന്തിനാ പൊത്തിയേ? ഇവിടെയുള്ളവരാരെങ്കിലും കേൾക്കും. ഞാൻ ഒച്ചയെടുത്ത് പോവാ. മതി, ഇനി വേണ്ട. അവനൊന്നും ചിരിച്ചു. നില, നിന്റെ ഈ ശബ്ദം എന്നെ ഞാനല്ലാതെ ആക്കുന്നത് അറിയോ നിനക്ക്? നിന്റെ ഈ ശബ്ദവും നോട്ടവും പിടപ്പും, ഈ ഞാൻ ജീവിക്കുന്നത് തന്നെ നിന്നിലാണ് നില. എനിക്കതൊക്കെ കേൾക്കണമെന്നില്ല. മാൻഷനിലെത്തട്ടെ, അവിടെ നമ്മുടെ ബെഡ്റൂമിൽ നീ എത്ര വിളിച്ചു കൂവിയാലും ആരും കേൾക്കില്ല. മതിയാവുന്നില്ല നില. പിടിച്ചു നിൽക്കാൻ ഒട്ടും പറ്റുന്നില്ല. ഇതുവരെ നിന്നിൽ ആരും കാണാത്ത കാഴ്ചകൾ നിന്റെ ഉണ്ണിയേട്ടൻ കാണാൻ പോവാ. തൊട്ടും തഴുകിയും ചുംബിച്ചും നുണഞ്ഞും വേദനിപ്പിക്കുന്നില്ല നിന്നെ ഞാൻ. പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന നീലാംബരിക്കുട്ടി. പറയുന്നതിനിടയിലും അവന്റെ കൈകൾ അവളിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഒപ്പം അവന്റെ വശ്യമാർന്ന നോട്ടവും ഇരുമാറിലും മുറുകിയും അയഞ്ഞും നാഭിച്ചുഴിക്ക് ചുറ്റും കളം വരച്ചും ചുഴിയിലേക്ക് വിരലുകൾ ആഴ്ത്തിയും അവന്റെ കൈവിരലുകൾ സഞ്ചരിക്കുമ്പോൾ അവന്റെ മുഖം അവളുടെ മുഖത്തിന് നേരെ അടുപ്പിച്ചുകൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കിക്കിടന്നു. അവളുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾ അവൻ വശ്യതയോടെ നോക്കി ആസ്വദിച്ചു. തന്റെ കൈവിരലുകൾ അരയിലെന്തിലോ തടഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി. അതൊന്നും അറിയുന്നില്ല കക്ഷി. കണ്ണുകൾ പൂട്ടി കീഴിച്ചുകൊണ്ട് കടിച്ചു പിടിച്ച് കിടക്കുകയാണവൾ. അവൻ മുഖം താഴ്ത്തി നോക്കി. മുൻപൊരിക്കൽ തന്റെ കഴുത്തിൽ കിടന്ന റോസ് ഗോൾഡ് ചെയിൻ നീലാംബരിക്ക് അടിച്ചു പൊട്ടിച്ച് അവൻ ഓർത്തു. അരയിൽ മുഴുവനായും എത്താത്ത ചെയിൻ ഒരു ചരടിൽ അങ്ങറ്റം ഇങ്ങറ്റം കെട്ടി കൂട്ടി യോജിപ്പിച്ചിട്ടിട്ടിരിക്കുകയാണ് പെണ്ണ്. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പാന്റിന്റെ പോക്കറ്റിനുള്ളിൽ നിന്നൊരു കുഞ്ഞു ഗോൾഡൻ കളർ പൗച്ച് കയ്യിലെടുത്തു അവൻ. അതിൽ നിന്ന് നേർത്തൊരു പൊന്നരഞ്ഞാണം കയ്യിലെടുക്കുമ്പോൾ അതിലെ കുഞ്ഞു മുത്തുകളും അതിൽ പിടിപ്പിച്ചിരിക്കുന്ന ഡയമണ്ട് കല്ലുകളും നേർത്തൊരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വെട്ടിത്തിളങ്ങി. തന്റെ അരയിലേക്ക് തണുത്തതെന്തോ ഇഴയുന്ന പോലെ തോന്നിയ നിമിഷം നീലാംബരി പതിയെ കണ്ണു തുറന്നു. നോക്കുമ്പോൾ കാണുന്നത് അരഞ്ഞാണമണിയിച്ച ശേഷം കൊളുത്ത് കടിച്ച് ടൈറ്റാക്കുന്ന ജാനയാണ്. അവളിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഒന്നുയർന്നു വന്നവൻ പതിയെ പറഞ്ഞു, ഏലസില്ല കേട്ടോ, എടുത്ത പോലെയല്ല, പകരം മറ്റൊരു രീതിയിൽ ഞാൻ അണിയിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കിടക്കുന്ന എൻ്റെ മാലയും ചരടും ഞാനിങ്ങ് എടുക്കുക. അപ്പോൾ ഒരു കുഞ്ഞ് പണിഷ്മെന്റും തരാം. പറയലും ദാവണി സ്കേർട്ടിനിടയിലൂടെ അവന്റെ വലത് കൈ ഊർന്നിറങ്ങിയിരുന്നു. ഉണ്ണിയേട്ടാ വിളിച്ചുകൊണ്ട് അവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു പോയി. ആ മുറിയിലാകെ അവളുടെ നിശ്വാസം ഉയർന്നു കേട്ടു. അവന്റെ കഴുത്തിലും നെഞ്ചിലുമായി അവളുടെ നഖങ്ങൾ പോരൽ തീർത്തു. കാൽവിരൽ ബെഡിൽ കുത്തി പുളഞ്ഞു പൊന്തുന്നവളെ അവന്റെ വിരിഞ്ഞ നെഞ്ചുകൊണ്ട് അവൻ തടഞ്ഞു നിർത്തി. നില എന്ന് അവളുടെ കാതിൽ അവൻ രഹസ്യമായി വിളിച്ചുകൊണ്ടിരുന്നു. അവന്റെ കണ്ണുകൾ അവളിൽ വിരിയുന്ന ഭാഗങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. അവന്റെ പ്രവൃത്തിയും നോട്ട് അവൾക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അവന്റെ വേഗതയിൽ അവളുടെ ശരീരം ഒന്നാകെ വിറച്ചു. കണ്ണുകൾ മുകളിലേക്ക് മറിഞ്ഞു. ആദ്യമായി അറിഞ്ഞ സ്വർഗീയ അനുഭൂതിയിൽ കുഴഞ്ഞു തുടങ്ങിയവൾ അവളിൽ നിന്നും പിടിവിട്ട് കട്ടിൽ തളർന്നു കിടന്ന് കിതക്കുമ്പോൾ അവളിൽ നിന്നും പിൻവാങ്ങി അവന്റെ വലത് കൈയിൽ പൊട്ടിച്ചെടുത്ത ചരടും മാലയും ഉണ്ടായിരുന്നു. കിതപ്പ് തെളിഞ്ഞടങ്ങിയതും അവളിൽ നാണത്തോടൊരു പുഞ്ചിരി വിരിഞ്ഞു. അവനും അതുപോലെ ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകൾ അവന്റെ മുഖമാകെ ഓടി നടന്നു. ആ നോട്ടം വീണ്ടും എന്തൊക്കെയോ കൊതിക്കുന്ന പോലെ അവന് തോന്നി. ഒരിക്കൽ രുചിച്ചറിഞ്ഞ് വീണ്ടും അറിയാൻ തോന്നുന്ന പോലെ ഒരു വെപ്രാളം അവളിൽ ഉടലെടുത്തു. അത് മനസ്സിലാക്കിയിട്ടാവണം അവൻ പതിയെ എഴുന്നേറ്റു. അവൾക്ക് ഇരുവശങ്ങളിൽ മുട്ടുകുത്തി നിന്ന് പാന്റിൽ നിന്നും ബെൽറ്റ് ഊരി മാറ്റുമ്പോൾ അവൾ മുഖം തിരിച്ച് ജനൽ വഴി പുറത്തേക്ക് നോക്കി കിടന്നു. കൈ പുറത്തേക്കിട്ട് മഴ കൊള്ളുമ്പോൾ അവശേഷിച്ച വസ്ത്രങ്ങളും തന്നിൽ നിന്ന് നടന്നു മാറുന്ന അവൾ അറിഞ്ഞു. മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ അവളിലേക്ക് അമർന്നു. പൂർണ്ണനഗ്നമായ ഉടലുകളുടെ തുടിപ്പിൽ ഇരുവരും ഒരുപോലെ വിറച്ചിരുന്നു. നില, ടെൽ മീ, ഇതിൽ കൂടുതലൊന്നും ഇനി നീ താങ്ങില്ല. സോ ബാക്കിയൊക്കെ പിന്നെ. ലെറ്റ്സ് ഫിനിഷ് ദിസ്. പറഞ്ഞുകൊണ്ട് ചുണ്ടുകളെ ഒരിക്കൽ കൂടി നുകർന്നു വിട്ട് അവളിലേക്ക് അമർന്ന നിമിഷം വാതിൽ ശക്തിയിൽ കേട്ടു ആഞ്ഞുകൊട്ടുന്ന ശബ്ദം. നീലാംബരി ഒന്ന് ഞെട്ടി. ജാൻ പ്രത്യേകിച്ച് ഞെട്ടിയതൊന്നുമില്ല. അതീവ ദേഷ്യത്തിൽ അവൻ തിരിഞ്ഞ് വാതിൽക്കിലേക്ക് നോക്കി. സമയം 3 മണിയോട് അടുത്തിരുന്നു. ഉണ്ണിയേട്ടാ വെയിറ്റ്. അവൻ അങ്ങനെ തന്നെ കിടന്നു. ഡീ വാതിലൊർക്കടി,
നീലാംബരി വാതിൽ തുറക്കാൻ. മായയുടെ ശബ്ദമാണ്. ഉണ്ണിയേട്ടാ അത് മായയാ. തുറക്കണ്ട, വിളിച്ചിട്ട് പോയിക്കോളൂ. തുറക്കാതിരുന്നാലെന്താ? പാതിരാത്രി ഉറങ്ങിയാണെന്ന് കരുതും, അല്ല എന്താ? അതല്ല, ആഞ്ഞൊന്ന് തള്ളി ആരും തുറക്കാതെ തന്നെ ആ വാതിൽ തനിയെ തുറന്നോളൂ. എന്നാൽ അവിടെ ശവടക്ക് രാവിലെ കഴിയും. തുറന്നിട്ട് എന്താന്ന് ചോദിക്കുക ഉണ്ണിയേട്ടാ. നീല പ്ലീസ്, നീ എന്താ ഇങ്ങനെ? നിനക്ക് എന്താടി ഒന്നും മനസ്സിലാവാത്ത? ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദിസ് സിറ്റുവേഷൻ? അവന് വായ പൊത്തി പിടിച്ച് അവൾ ഉറക്കെ ചോദിച്ചു. എന്താ മായേ? എന്താന്ന് അറിഞ്ഞാലേ നീ തുറക്കത്തുള്ളൂടി. കൽപ്പനയുടെ ശബ്ദം കേട്ടതും അവൾ ഒരു പിടപ്പോടെ അവനെ തള്ളി മാറ്റി എഴുന്നേറ്റു. തുറക്കടി വാതില്. വീണ്ടും കൽപ്പനയുടെ ഉച്ചത്തിലുള്ള സ്വരം കേട്ടതും കട്ടിൽ കിടന്ന പാവാട പുറമേ ചുറ്റി നഗ്നത മറച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. ഒപ്പം പുതപ്പ് കയ്യിലെടുത്ത് അവന്റെ ദേഹത്തേക്ക് വിട്ടിരുന്ന അവൾ നിലത്ത് ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങൾ കയ്യിലെടുത്ത് അവൾ അലമാരയുടെ മറവിലേക്ക് ഓടി. നില വെയിറ്റ്, ഗിവ് മീ 5 minutes. ഐ വിൽ ഓപ്പൺ ദി ഡോർ. അവൻ 5 മിനിറ്റ് കട്ടിൽ കമിഴ്ന്നു കിടന്നു. തന്റെ വികാരങ്ങളെ തണുപ്പിക്കാനെടുക്കുന്ന സമയം മാത്രമേ അവൻ ചോദിച്ചുള്ളൂ. അവളൊന്നും മിണ്ടാതെ അവൻ അനുസരിച്ചു. പോയ പോലെ തന്നെ അവൾ തിരികെ വന്ന് കട്ടിൽ കിടന്ന് പുതപ്പിനുള്ളിൽ ഒതുങ്ങിക്കൂടി. വാതിൽ പൊട്ടിപ്പിളറുമാർ ഒച്ച കേട്ടു. അപ്പച്ചി വല്ലതും നടക്കുവോ? ലാവണിയാണ് ചോദിച്ചത്. നടത്തണം. ആ ഒരുമ്പട്ടവളിൽ നിന്ന് നേരം വെളുക്കുമ്പോൾ കിട്ടിയ ഉരുപ്പടിയും കൊണ്ട് ഇവിടുന്ന് പോയാലേ പിന്നെ അവൾ ഇങ്ങോട്ടേക്ക് അധികം വരവുണ്ടാവില്ല. കിളവൻ കിളവിയേയും കൊണ്ട് കൊച്ചു ഒളിപ്പാൻ കാലത്തെ ആശുപത്രിയിലേക്ക് പോയത് നീ കണ്ടില്ലേ? ഇനി ആരാ നമ്മളെ തടയാൻ? ഈ സമയം നോക്കി കാത്തിരുന്നാ ഞാൻ. ഭദ്ര എന്തായാലും ഒടിഞ്ഞ കാലം കൊണ്ട് കയറി വരില്ല. പിന്നെ ആ തുളസി അവള് രാവിലെ തന്നെ അടുക്കളയിൽ കിടന്ന് ഇറങ്ങുക. ഓ, ഇവളെന്താ ഈ മുറിയിൽ അടയിരിക്കാണോ? എടീ! അതും പറഞ്ഞ് കൽപ്പന വാതിൽ മുട്ടാൻ കയ്യോങ്ങിയതും ഇരുപാളി വാതിൽ മൂവർക്കുമ്പിൽ പിളർക്കെ തുറക്കപ്പെട്ടു. മുന്നിൽ നിൽക്കുന്നവനെ കാണി മൂവരുടെയും ശ്വാസം നിലച്ചുപോയി. പൂർണ്ണമായും തുറന്നു കിടക്കുന്ന ഷർട്ട് ഇരു ഷോൾഡറിലും ഉയർത്തി ഒരിക്കൽ കൂടി മുന്നിലേക്കിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ബട്ടണിടുകയാണ് ജാൻ. ഒപ്പം കണ്ണുകൾ ചുരുക്കാവും മൂവരെയൊന്ന് നോക്കി പുരികമുയർത്തി എന്താ എന്ന പോലെ ഒന്ന് കാട്ടി. കൽപ്പനകത്തേക്ക് പാളി നോക്കിയതും കണ്ടു മൂടിപ്പോച്ച് കിടക്കുന്നവളെ. പക്ഷെ മായയും ലാവണിയും നോക്കിയത് കണ്ണിൽ നിന്നും മറഞ്ഞുടങ്ങുന്ന അവന്റെ ഉറച്ച നെഞ്ചിലേക്കാണ്. കൽപ്പനയുടെ കാഴ്ച മറക്കും വിധത്തിൽ അവൻ മുന്നിലേക്ക് ഇറങ്ങിയതുകൊണ്ട് തിരിഞ്ഞു നോക്കി. സമാധാനമായി കിടക്കുന്ന തന്റെ പെണ്ണ്. ഇടുപ്പിൽ കൈകുത്തി അവൻ മൂവരെയും നോക്കി. അവന്റെ ഉറപ്പുള്ള സ്വരം അവിടെ മുഴങ്ങിക്കേട്ടതും മൂവരൊരു പരിങ്ങളോടെ പരസ്പരം നോക്കി വെള്ളമിറക്കി. Didn't you hear what I asked? Who knocked on the door? അത് അപ്പച്ചിയാ, മായ വിക്കി വിക്കി പറഞ്ഞു. ഞാനോ? ഞാനെന്ത് ചെയ്തെന്നാ? സാരെന്താ ചോദിച്ച മായേ? അപ്പച്ചി ആരാ വാതിൽ മുട്ടിയെന്നാ ചോദിച്ചേ? ലാവണ്യ പതിഞ്ഞ സ്വരത്തിൽ കൽപ്പനയോട് പറഞ്ഞു. കൽപ്പന മായയും തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യോ സാറേ, ഞാൻ ആദ്യം മുട്ടിയെന്നുള്ള സത്യ, പക്ഷെ ഇവളും മുട്ടിയായിരുന്നു കേട്ടോ. ഫോർവാർഡ്. അവന്റെ അടുത്ത ചോദ്യം വന്നു. പൊറാട്ടയോ? അതിപ്പോ ഞാൻ തുളസിയോട് പറയാം. കൽപ്പന വാപ്പിളർന്നു. അയ്യോ എന്തിനാന്നാ ചോദിച്ചേ? വാതിൽ മുട്ടിയത് എന്തിനാന്ന്? ലാവണി വീണ്ടും ഒരു ചിരിയോടെ സ്വയം തലക്കടിച്ചുകൊണ്ട് പറയുമ്പോൾ ജാൻ ലാവണിയും തുറച്ചു നോക്കി. ശേഷം പതിയെ അവൾക്കടുത്തേക്ക് ചെന്നു. നിനക്കറിയില്ലേ? അവന്റെ ചോദ്യം കേട്ട് അവൾ ഇല്ലെന്ന അർത്ഥത്തിൽ ചുമല് കൂച്ചി. നിനക്കറിയില്ലെങ്കിൽ ഈ സമയം നീ അവന്റെ മുറിയിലല്ലേ കാണേണ്ടത്? Then why are you here? നെഞ്ചത്ത് കൈപ്പിണച്ചേട്ടി മുന്നിൽ വന്ന് തലചരിച്ച് പിടിച്ച് കൂർപ്പിച്ച് നോക്കുന്നവന്റെ നോട്ടത്തിനുമ്പിൽ ലാവണിയൊന്ന് പിടച്ചു. ഞാൻ അപ്പച്ചി കൂട്ടി വിളിച്ചപ്പോ വന്നതാ. അവന്റെ നോട്ടം വീണ്ടും കൽപ്പനയിലേക്ക് നീണ്ടു. അത് പിന്നെ സാറേ, അവളുടെ മുത്തശ്ശിയും കൊണ്ട് ശശിയേണ്ട അച്ഛൻ വെളുപ്പിന് തന്നെ ആശുപത്രിയിലേക്ക് പോയി. അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി ഞാൻ വിളിക്കാൻ വന്ന. ആ തള്ള ചത്താ പിന്നെ അല്ല അമ്മയ്ക്ക് വല്ലതും പറ്റിയ പിന്നെ കാണാൻ. നീലാംബരി മോൾക്ക് മുത്തശ്ശിയെ കാണാൻ ഒക്കത്തില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ. വിക്കിയും കക്കിയും പുറത്തേക്ക് ചാടി വിഷം പൊത്തിപ്പിടിച്ചുമൊക്കെ കൽപ്പന നന്നായി കഷ്ടപ്പെട്ട് പറഞ്ഞൊപ്പിക്കുമ്പോഴേക്കും കഴുത്തിൽ അവന്റെ പിടിമുറുകിയിരുന്നു. ദേഷ്യത്തിൽ കൽപ്പനയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തിരിച്ച് വാതിലിനോട് ചേർന്നുള്ള ചുമരിൽ തന്നെ നിർത്തിച്ചാൻ. നിങ്ങളൊക്കെ ഒന്നും മണ്ണിന് പകരം പൊന്നിൽ കുഴിച്ചുമുടായി ജാന് കഴിയും. അപ്പൊ തീരോ നിങ്ങളുടെ ആർത്തി? നിങ്ങളും നിങ്ങളുടെ കുടുംബം കുഴിച്ചു മൂടിയതൊക്കെ തോണ്ടിയെടുത്തിരിക്കുകയും ജാൻ. ഇനി ജീവിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയെന്നോർത്ത് ആത്മഹത്യ ചെയ്യാൻ കണക്കൂട്ടുന്ന ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളും നിങ്ങളുടെ ഭർത്താവ് ആങ്ങളെയും ഒക്കെ. ഈ ജാൻ ഒരാളെ കൊല്ലാതെ വിടുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങളെനിക്ക് ശരിക്കൊന്ന് കാണണം മിസ് ശശിധരൻ. കൽപ്പന ഒരിറ്റ ശ്വാസത്തിനായി പിടഞ്ഞ നിമിഷം ലാവണ്യ ജാന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. അയ്യോ അപ്പച്ചി! കൽപ്പനയുടെ കഴുത്തിൽ പിടിവിട്ട ശേഷം ലാവണ്യയുടെ ചെകിട് നോക്കി അവൻ പൊട്ടിച്ചു. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞതാ, എന്റെ പെണ്ണിന്റെ നേരെ നിന്റെ നാവ് പൊങ്ങരുതെന്ന്. അവളുടെ മുറിയിൽ അവൾ മഹാറാണിയോ ഇല്ലത്തമ്മയോ ചമഞ്ഞിരിക്കും. ബിക്കോസ് എ കിങ്സ് വൈഫ് വിൽ ഓൾവേസ് ബി എ ക്വീൻ. ഇല്ലത്തമ്മ നിന്റെ മറ്റേടത്തമ്മ എന്നും പറഞ്ഞ അവൾക്ക് നേരെ നീ നാവ് ഉയർത്താമെന്നാ.
ഒരെണ്ണം കൂടി ചെകിട് നോക്കി അവൻ പൊട്ടിച്ചതും ഇത്രയും നേരം കട്ടിലെല്ലാം കേട്ട് മിണ്ടാതെ കണ്ണും പൂട്ടിക്കിടന്ന നീലാംബരി വേഗം എഴുന്നേറ്റിരുന്നു. ഉണ്ണിയേട്ടാ മതി എന്ന പോലെ അവളൊന്ന് വിളിച്ചു. അവൻ പുറകിലേക്ക് 2 അടി വെച്ചിരുന്നു. കഴുത്തിൽ നിന്ന് ഊർന്ന് വീഴാൻ തുടങ്ങിയ പുതപ്പ് മാറപ്പെത്തിയ നിമിഷം നീലാംബരി 2 കൈകൾ കൊണ്ടും പൊത്തിപ്പിടിച്ചതും മായയിൽ ലാവണ്യ കാഴ്ച കണ്ടിരുന്നു. നീലാംബരി നഗ്നയാണെന്ന് മനസ്സിലാക്കിയ മായയിൽ ലാവണ്യം വായും തുറന്ന് നിന്നുപോയി. കൽപ്പന ചുമരിൽ ചാരിക്ക് തപ്പടക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. നീലാംബരിയുടെ അവസ്ഥ കണ്ട് കൊതിമൂത്ത് പണ്ടാരടങ്ങുന്ന മായയുടെ കയ്യിൽ പെട്ടെന്നാണ് ജാന്റെ പിടി വീണത്. അവളെ വലിച്ച് റൂമിലേക്ക് ഇട്ടു അവൻ. നിനക്ക് എന്താടി കാണണ്ട്? നിനക്ക് ഞാൻ ഹോട്ടാണെന്ന് അറിയണോ? പറയലും ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നായി അഴിച്ചു തുടങ്ങിയവൻ. ഉണ്ണീട്ടാ എന്തീ കാണിക്കുന്നേ? നീലാംബരി ബെഡിൽ നിന്ന് ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. ഓർന്ന് വീഴാൻ തുടങ്ങിയ പുതപ്പിന് വാരി ചുറ്റി അവളവന്റെ അടുത്തേക്ക് വന്നു. ഷർട്ട് ഊരി നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് നീലാംബരിയെ വലിച്ച് ദേഹത്തേക്ക് ഇട്ടിരുന്നവൻ. ഡേ ആ മൂലയിൽ പോയി നോക്കി നിന്നോ നീ. ഞാൻ ഹോട്ടാണല്ലയോ നീ കണ്ണൂർന്ന് കണ്ടോ? അല്ലാതെ ഇവളോട് നീ ചോദിച്ചിട്ട് കാര്യമില്ല. ഇവള് കുറച്ചുമ്പ് അതറിഞ്ഞത്. അപ്പൊ എങ്ങനെയാ മായേ കാണേണ്ടേ നിനക്ക്? നീലാംബരിയെ കൂടുതൽ വലിച്ച് ദേഹത്തേക്ക് ചേർത്തുകൊണ്ട് അവൻ മായ നോക്കി പറഞ്ഞു. മായ നോക്കിയത് നീലാംബരിയാണ്. മാറപ്പും ചുറ്റിയ പുതപ്പിന് മുകളിൽ കഴുത്തിലും നെഞ്ചിലുമായി കാണുന്ന ചുമന്നതും നീളിച്ചതുമായ പാടുകൾ കത്തിച്ചു വെച്ച റാന്തൽ വിളക്കിന്റെ പ്രകാശത്തിൽ അവൾ കണ്ടു. 2 ഷോൾഡറിലും കയ്യിലും വരെയുണ്ട്. അഴിഞ്ഞുളിഞ്ഞ മുടിയും ചുമന്നു കയറിയ മുഖവുമായി അവന്റെ കയ്യിൽ കിടന്ന് കുതിരുകയാണ് അവൾ. ഉണ്ണീട്ട വിട്ട് വലിവിധനെ അവന്റെ പിടിവിട്ട ശേഷം അവൾ മായയെ തള്ളി പുറത്താക്കി വാതിൽ വലിച്ചടച്ച് കുറ്റിയിട്ടുകൊണ്ട് അവനെ നോക്കി കൂർപ്പിച്ചു. മുകുന്ദേട്ടനെ വിളിച്ചാലോ മായേ? ലാവണിയാണ് ചോദിച്ചത്. ഓ വേണ്ട, അകത്ത് നടക്കുന്ന കാഴ്ചയാണ് നിന്നെ മുകുന്ദേട്ടനെ പേടിച്ച് പനിയനും. ചിലപ്പോ ആണുങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞ ചിലപ്പോ അയാളെ ആത്മഹത്യ ചെയ്യാനും സാധ്യതയുണ്ട്. അതും പറഞ്ഞ് മായ കൽപ്പനയെ നോക്കി. ശാവത്തിലിട്ട് മൂടാനും ചത്ത് മേലോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ ഒത്തിരി പൊന്നും പണവും കിട്ടിയില്ലേ? വാ പോവാ. പിന്നെ ഒരു കാര്യം, നേരം വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. ലാവണിക്ക് വേണമെങ്കിൽ കൂടെ വരാം. മായയുടെ കൂടെ ലാവണിയും ഗോവണി ഇറങ്ങി. ഒപ്പം ഏന്തി വലിഞ്ഞ് കൽപ്പനയും. അവരുടെ മനസ്സിൽ ജാൻ പറഞ്ഞ വാക്കുകളായിരുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബം കുഴിച്ചു മൂടിയതൊക്കെ തോണ്ടിയെടുത്തിരിക്കുകയും ജാൻ. ഇനി ജീവിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നോർത്ത് ആത്മഹത്യ ചെയ്യാൻ കണക്കൂട്ടുന്ന നാളുകൾക്ക് വേണ്ടി കാത്തിരിക്കും നിങ്ങൾ. അവന്റെ ആ പറച്ചിൽ എന്തിനു വേണ്ടിയായിരുന്നു എന്നോർത്ത് ആ കുരുട്ട് തലച്ചോറ് ചൂടായി തുടങ്ങി. അടുക്കള വാതിലിന്റെ മറവിൽ പതുങ്ങുന്ന തുളസി ഒരു പുൻസിരിയോടെ അടുക്കളയിലേക്ക് പോയി. വിരുന്നു വന്ന അതിഥിയെ വരവേൽക്കാൻ അവർ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ബലിഷ്ടമാർന്ന കൈകൾ തലക്ക് പുറകിൽ വെച്ച് കണ്ണടച്ച് മറന്നു കിടക്കുന്നവനെ നീലാംബരി ഒരു നിമിഷം നോക്കി നിന്നുപോയി. ഈ കരുത്തുറ്റ കൈകൾക്കുള്ളിലാണ് പുലരുവോളം താൻ കിടന്ന് പിടഞ്ഞെന്നോർത്ത് ചുമന്ന് കയറിയവൾ. അവന്റെ രോമാവൃതമായ വിരിഞ്ഞ നെഞ്ചും ഒതുങ്ങിയ വയറും കാണെ അവളൊന്ന് ഉമിനീരിറക്കി പോയി. നിലത്ത് കിടന്ന് അവന്റെ ഷർട്ട് എടുത്ത് ജാക്കറ്റിനടുത്തായി തൂക്കിയിട്ട ശേഷം അല്പം മുമ്പ് കത്തിച്ചു വെച്ച റാന്തൽ വിളക്കിന്റെ തിരി അവൾ എണ്ണയിലേക്ക് താഴ്ത്തി അണച്ചു. പതിയെ അവൾ കട്ടിലേക്ക് മുട്ടുകുത്തി കയറി. പുതപ്പൂർന്നു പോകാതെ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവന്റെ അടുത്തായിരുന്നു. ജാൻ കണ്ണടച്ച് അങ്ങനെ തന്നെ കിടപ്പാണ്. അവൾ മെല്ലെ അവന്റെ അടുത്തായി കിടന്നുകൊണ്ട് പുതപ്പ് നിവർത്തി അവനെയും ചേർത്ത് പുതച്ചു. താൻ പൂർണ്ണ നഗ്നയാണ്. ഉണ്ണിയേട്ടൻ ഷർട്ട് മാത്രമേ ധരിച്ചിട്ടുള്ളൂ. അതോർത്തിട്ടാവണം അവൾ ജനലോരം തിരിഞ്ഞു കിടന്നു. തുറന്നു കിടക്കുന്ന ജനൽ വഴി അവൾ കേട്ടു എപ്പോഴോ നീന്നുപോയ മഴ വലിയൊരു ഇരമ്പലോടെ തിരികെ വരുന്നു. മഴക്കൊപ്പം തന്റെ തൊട്ടുപുറകിലായവന്റെ സാമീപ്യം അറിഞ്ഞു അവളൊന്ന് വിറച്ചു. വയറിലൂടെ അവന്റെ കൈ മുകളിലേക്ക് അരിച്ചു കയറി മാറിൽ മുറുകുന്നതിനൊപ്പം കാതിൽ ചുണ്ട് ചേർത്ത് നുണഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു, ബാക്കി പിന്നെ പോരെ, അതോ ഇപ്പൊ തന്നെ വേണോ? അവളൊരു പിടച്ചിലോടെ തിരിഞ്ഞു വന്ന നിമിഷം ഒന്ന് കുറുകിക്കൊണ്ട് അവൻ വേഗത്തിൽ തന്നെ അവളെ വരിഞ്ഞു മുറുക്കി. അവളും അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവനെ മുറുകെ പുണർന്നു. നിമിഷങ്ങൾ കടന്നുപോയിട്ടും കണ്ണുകൾ അടച്ചു കിടക്കുന്നവനെ മുഖമുയർത്തി സംശയത്തോടെ നോക്കിയ ശേഷം അവളൊന്ന് ഉയർന്നു വന്നവന്റെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു. ഒന്ന് എരിവലിച്ച് പിടഞ്ഞുകൊണ്ട് കണ്ണു വലിച്ച് തുറന്നുപോയി ജാൻ. തന്റെ ഉറച്ച നെഞ്ചിലൂടെ ഉരസിമാർന്ന പെണ്ണിന്റെ മൃദുലത അവനെ വശം കിടത്തി. എന്താടി? പല്ല് കടിച്ചുപിടി ചെറിയൊരു ചിരിയോടൻ ചോദിച്ചു. ഉറങ്ങിയെ നോക്കിയതാ. ഇങ്ങനെയാണ് നീ നോക്കുന്നെങ്കിൽ ഒരു കാലത്ത് ഞാൻ ഉറങ്ങില്ല. അനങ്ങാതെ കിടക്കാൻ നോക്ക് വേണ്ടേ. ഞാൻ എന്ത് ചെയ്തു? അവൾ ചിണുങ്ങിക്കൊണ്ട് ചോദിച്ചു. അവനൊന്നാകെ ചിരിച്ചുപോയി. നത്തിങ്, വാ. അവളോട് ഒന്നുകൂടി ചേർന്ന് കിടന്നുകൊണ്ട് അവൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. പുറത്ത് ശക്തിയിൽ പെയ്യുന്ന മഴയും വീശിയടിക്കുന്ന കാറ്റും. ഓരോ ഇടിമുഴക്കത്തിൽ അവൾ ഞെട്ടിലൂടെ അവന്റെ നെഞ്ചിലേക്ക് മുഖമണച്ച് കൂടുതൽ പറ്റിച്ചേർന്നു. അതുപോലെ അവനവളെ വരിഞ്ഞു മുറുക്കി. ജനലടക്കട്ടെ. രഹസ്യം പറയും പോലെയാണ് ചെക്കന്റെ ചോദ്യം. കാര്യമാണ് ചോദിക്കുന്നെങ്കിലും ഇങ്ങനെ കാതിൽ വന്ന് ചുണ്ട് ചേർത്ത് കാറ്റ് പോലെ ചോദിച്ചാൽ ആരാണൊന്ന് വിറച്ചു പോവാത്തത്? അവൾ വേണ്ട എന്ന പോലെ ഒന്ന് മൂളി. അപ്പോൾ തന്നെ ഭൂമി കുലുങ്ങുമാർ ഒരു ഇടി കൂടി വെട്ടിയിരുന്നു. ഉണ്ണിയേട്ടാന്ന് വിളിച്ച അവൾ അവനെ ഒരിക്കൽ കൂടി വരിഞ്ഞു.
ആ നിമിഷം തന്നെ അവളെയും കൊണ്ട് മറിഞ്ഞ് അവനും തിരിഞ്ഞു കിടന്നു. ജനലോരം തന്റെ ശരീരം കൊണ്ടൊരു മറ തീർത്ത് അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. നീലാംബരിയുടെ മൂർത്താവിൽ ഞാൻ ചുണ്ടു ചേർത്തു. ഈ ഭൂമിയിലെ ഏറ്റവും സുരക്ഷിതമായൊരിടം അവിടെയാണ് താനെന്ന് തോന്നിപ്പോയി അവൾക്ക്. അവന്റെ നെഞ്ചിൽ ഈ മാറിൻ ചൂടിൽ പറ്റിച്ചേർന്ന് കിടക്കാൻ തന്നെ ആർക്കാണെന്ന് തൊടാൻ കൂടി കഴിയുക? പ്രകൃതിയിൽ നിന്ന് പോലും തന്നെ മറച്ചു പിടിക്കുന്നവന്റെ കൈകളിൽ നിന്നും ആരാണ് തന്നെ പറിച്ചെടുക്കുക? കൊടുക്കുമോ അവൻ? ഇല്ല, കൊല്ലും. ഉറങ്ങിക്കൊന്നില്ല. നമുക്കിന്ന് മാൻഷനിലേക്ക് പോവാം. പോയിട്ട്? ആ ചോദ്യത്തിന് ഒരു ആലസ്യഭാവം ഒളിഞ്ഞിടപ്പുണ്ടായിരുന്നു. വാട്ട്? ഒരു ചിരിയോടെ അവൻ മുഖം താഴ്ത്തിയൊന്ന് നോക്കി അവളെ. അത് ഞാനെന്താ ഇപ്പൊ ചോദിച്ചേ? പെണ്ണിന് പെട്ടെന്ന് ബോധം വന്നു. നിനക്കെന്തേലും വേണോന്നില്ല? ഒരു ചിരിയോടെ നീട്ടി വലിച്ചൊരു ചോദ്യം. എന്ത്? കുറച്ചു മുമ്പ് ഞാൻ തന്ന പോലെ എന്തെങ്കിലും? അയ്യോ വേണ്ട. പക്ഷെ നിനക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നു. നീ അത് പറയാതെ പറയുന്നുണ്ട്. നിന്റെ ശരീരം എന്നോട് കെഞ്ചെന്ന് ഞാൻ അറിയുന്നുണ്ടെന്നില്ല. എന്റെ പെണ്ണ് ആഗ്രഹിക്കുമ്പോഴൊക്കെ അവൾക്ക് വേണ്ട കൊടുക്കാൻ കഴിഞ്ഞില്ലേ പിന്നെ നിന്റെ ഉണ്ണിയേട്ടൻ എന്നും പറഞ്ഞ് ഞാനെന്തിനാടി നടക്കുന്നത്? അതുകൊണ്ട് മനുഷ്യനെത്തും വരെ എൻ്റെ മോളൊന്ന് ക്ഷമിക്കുക. നേരം പുലരാറായി. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമല്ലാണ് ഇത്. അതും ആദ്യത്തേത്. ഞാൻ കടിച്ചു പിടിച്ച് കിടക്കുവാടി. അതുകൊണ്ട് മിണ്ടാ കിടന്നോണം കേട്ടല്ലോ. കുറുമ്പോടെ കാതിൽ പതിയെ പറയുമ്പോഴും അവന്റെ താടി രോമങ്ങൾ അവിടെ കവിളിലും കാതിൽ കിളി കൂട്ടിക്കൊണ്ടിരുന്നു. ശരിയാണ്, താൻ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥ. ഈ പുലർക്കാലത്തിൽ, ഈ തണുപ്പിൽ, മഴയുടെയും ഇടിയുടെയും അകമ്പടിയോടെ രാത്രി ഉടനീളം പുലരുവോളം ജാൻ എന്ന പുരുഷന്റെ ബലിഷ്ടമാർന്ന ശരീരത്തിനിടയിൽ അവന്റെ പ്രവൃത്തികൾക്ക് വഴങ്ങിക്കൊടുക്കുമ്പോൾ അവൻ പകർന്നു നൽകിയ അനുഭൂതി, അവന്റെ സ്പർശം, അവന്റെ ശബ്ദം, ആ നോട്ടം, എല്ലാത്തിലും ഉപരി അവന്റെ ഗന്ധം. പൂർത്തിയാക്കാൻ കഴിയാതെ തുടക്കത്തിൽ ഉപേക്ഷിച്ചെന്തോ അറിയണമെന്നൊരു തോന്നൽ. നഗ്നമായ അവന്റെ നെഞ്ചിൽ പൂർണ്ണ നഗ്നയായി ഇങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ ശരീരം അവനെ വല്ലാതെ കൊതിക്കുന്ന പോലെ. എങ്കിലും അവളിലെ പെണ്ണത് മറച്ചു പിടിച്ച് അഭിനയിച്ചു. പോണേട്ടാ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. സത്യം. സത്യാണോ? ചോദിച്ചുകൊണ്ട് അവൻ ഇടതുകൈ അവിടെ വലതു മാറിനെ ഒന്ന് തഴുകി വിട്ടു. കൈകളുടെ ചലനം താഴേക്ക് ഇഴഞ്ഞുകൊണ്ട് അരയിൽ അവൻ ചാർത്തി അരഞ്ഞാണവും ചേർത്ത് അണിവയർന്ന വല്ലാത്തൊരു പിടിപിടിച്ചു. അവൻ അടിവയറ്റിൽ നിന്നൊരു തരിപ്പ്. ഒന്ന് മൂളിക്കൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ച് അവന്റെ കഴുത്തിൽ പതിയെ ഒന്ന് കടിച്ചു അവൾ. ആ സമയം മാറിൽ അമർന്ന് അവന്റെ കൈയുടെ മുറുക്കവും കൂടിയിരുന്നു. ഇപ്പൊ പൊട്ടുമെന്ന് തോന്നിയ നിമിഷം അവനെ നോക്കി നോവോടെ അവൾ മുഖം ചുളിച്ചതും ഒന്ന് കണ്ണിറുക്കി കാട്ടിക്കൊണ്ട് പുതപ്പ് മാറ്റി അവിടേക്ക് അവൻ മുഖം കുനിച്ചു. ഒരിക്കൽ കൂടി അവന്റെ നാവിന്റെ ചൂടറിഞ്ഞ നിമിഷം വേദനയാൽ അവളൊന്ന് പിടഞ്ഞു. ചോരയൂറ്റി കുടിക്കും പോലെയുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൾ പുളഞ്ഞുപോയി. ഉണ്ണിയേട്ടാ, നോവുന്നു. അവളുടെ ശബ്ദം പോലെ ഇടറിപ്പോയിരുന്നു. എന്നാൽ പിന്നെ മറ്റേതെന്ന ഭാവത്തിൽ അപ്പുറത്തേതിൽ പിടിമുറുക്കി അവൻ. സുഖമുള്ള അനുഭൂതി വേദനയിലേക്ക് വഴിമാറാൻ വലിയ താമസമൊന്നും വേണ്ടി വന്നില്ല അവൾക്ക്. മുടിയിൽ പിടിച്ചുയർത്തി അവന്റെ ചുമന്ന് കലങ്ങിയ കണ്ണുകളിലേക്ക് അവൾ കൂർപ്പിച്ച് നോക്കുമ്പോൾ ആ വെള്ളാരം കണ്ണുകളിലെ വശ്യതയിൽ അവളൊന്ന് പതറി. എന്നാ മോള് കിടന്നുറങ്ങിക്കോ, ഞാനൊന്ന് ഫ്രഷായി വരാം. ഡ്രസ്സൊക്കെ കാറിലാ. അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി അവൻ എഴുന്നേറ്റു. ഷർട്ടും അതിനു പുറമെ ജാക്കറ്റും ഷൂ ഒക്കെ ധരിച്ച ശേഷം മേശമേലിരുന്ന ഫോൺ കയ്യിലെടുക്കുമ്പോൾ തൊട്ടടുത്തായിരുന്ന ഇരുമ്പു ചാവി അവൻ കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു, ഇത് ഈ റൂമിന്റെ ചാവിയാണോ നില? അവന്റെ പ്രവർത്തികൾ നോക്കിക്കിടന്ന് അവളൊന്ന് മൂളി. ഡ്രസ്സ് ഇട്ടിട്ട് കിടന്നുറങ്ങിക്കോ, സമയം 4 മണിയായതേ ഉള്ളൂ. ഞാൻ പുറത്ത് കാണാം. ഞാൻ കൂടി വരട്ടെ? ഉറങ്ങിക്കൊന്നില്ല, ഇനിയുള്ള രാത്രി ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. അല്പം ഗൗരവത്തിലാണ് അവനത് പറഞ്ഞത്. അവൾ ചിണുങ്ങിക്കൊണ്ടൊന്ന് മൂളി. ഗുഡ്. ഒന്ന് കണ്ണു ചിമ്മിയാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. വാതിൽ ചേർത്തടച്ചുകൊണ്ട് പൂട്ടി ചാവിയെടുത്ത് പാനിന്റെ പോക്കലിട്ട ശേഷം ഗോവണിറങ്ങി താഴേക്ക് നടന്നു. ജാൻ അവിടെയായി റാന്തൽ കത്തിച്ചു വെച്ചിട്ടുണ്ട്. മുടിയൊന്ന് മുകളിലേക്ക് വകഞ്ഞു മാറ്റി അവനെ നോട്ട് ആദ്യം തറഞ്ഞ് നാലുകെട്ടിന്റെ ഭാഗത്തായി അടഞ്ഞിടക്കുന്ന ആ വാതിലേക്കാണ്. താടി മീശയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൻ അവിടേക്ക് നടന്നു. കുഞ്ഞേ, പുറകിൽ കേട്ട സ്വരം. അവൻ തിരിഞ്ഞു നോക്കി. തുളസിയാണ്. ഒന്നും മിണ്ടിയില്ല. അവൻ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. എനിക്കൊരു ബ്ലാക്ക് കോഫി വേണം, വിതൗട്ട് ഷുഗർ, മീൻസ് മധുരം ചേർക്കാത്തത്. പറഞ്ഞുകൊണ്ട് അവൻ തുളസിയെ നോക്കി പുഞ്ചിരിച്ചു. അവരൊരു ചിരിയോടെ അടുക്കളയിലേക്ക് പോയി. അവന്റെ മുഖം വീണ്ടും കടുത്തു. ആ വാതിൽക്കിലേക്ക് അവൻ നടന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. ഇരുളിന്റെ കാഴ്ച വരെ മറക്കും വിധത്തിൽ ഇരുട്ടാണെന്ന് വേണം പറയാൻ. ഫോൺ കയ്യിലെടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് അവൻ മുന്നോട്ട് നടക്കുമ്പോൾ കേട്ടു ദൂരെയായി ആർത്ത് കരയുന്ന കടവാവലിൻ കൂട്ടത്തിന്റെ ഒച്ച. നീലാംബരി പറഞ്ഞ കഥകളിൽ കേട്ട ഇടനാഴിയിലൂടെ അവൻ മുന്നോട്ട് പോയി.
അന്ന് തന്റെ പെണ്ണിനെ ചതച്ച് കൂട്ടിക്കൊണ്ടുപോയ മറ്റൊരു മുറിയിലേക്ക് മറ്റെന്തോ തേടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.